Hello guys, welcome back to my YouTube channel Medical Study with me Anu. Myself Nipama. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ വൈറസിനെ കുറിച്ചാണ്. ഇൻഫ്ലുവൻസ വൈറസ് നമുക്കറിയാം ഇതൊരു റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനാണ്, മൈക്രോബയോളജി ടോപ്പിക്കാണ്. അതിൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനകത്തുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ വൈറസിനാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ മെയിൻലി 4 ജനറയാണ് ഇൻഫ്ലുവൻസിന്, A, B, C, D. ഇതിൻ്റെ മോർഫോളജി, ദെൻ പാത്തോജനസിസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻഫ്ലുവൻസ വൈറസ്. സോ ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ there are 4 genera: ഇൻഫ്ലുവൻസ A, ഇൻഫ്ലുവൻസ B, ഇൻഫ്ലുവൻസ C and ഇൻഫ്ലുവൻസ D. Morphologically, they are spherical in shape, consist of helical symmetry, and helical symmetry provide ചെയ്യുന്നത് helical nucleocapsid and they are surrounded by the envelope. So they are enveloped. Then viral RNA. Viral RNA എന്ന് പറയുമ്പോൾ there are multiple segments of negative sense single stranded RNAs ഉണ്ട്. ഇതിൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNAs ഇവർക്കുണ്ടാകും. ആൻഡ് ഇൻഫ്ലുവൻസ എ ആൻഡ് ഇൻഫ്ലുവൻസ ബിക്കാണെങ്കിൽ there are 8 segments of negative sense single stranded RNA, whereas ഇൻഫ്ലുവൻസ സി ആൻഡ് ഇൻഫ്ലുവൻസ ഡി they have 7 segments of RNA. ദെൻ വൈറൽ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ ആൻറ്റിജനിക് സ്ട്രക്ചറിനകത്ത് വൈറൽ പ്രോട്ടീൻ്റെ കാര്യം പറയുമ്പം there are 8 structural protein and 2 non-structural protein. So 8 structural proteins are PB1, PB2, PA, NP, M1, M2, HA and NA are the structural protein, whereas non-structural ആണെങ്കിലോ NS1, NS2, that is non-structural 1, non-structural 2. PB1, PB2, PB3 are polymerase protein. അതുകൊണ്ടാണ് P കോമൺ ആയിട്ട് വരുന്നത്. They are polymerase proteins and they are responsible for the RNA transcription and replication. ഈ NP എന്ന് പറയുമ്പോൾ എന്താ? ന്യൂക്ലിയോ പ്രോട്ടീൻസ്. സോ ഈ ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മേജർ ക്യാപ്സിഡ് പ്രോട്ടീൻ ആണ് വിച്ച് ഫോംസ് വാട്ട്? റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് M1. M1 എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ ദി മേജർ വൈറൽ പ്രോട്ടീൻ ആണ്. മേജർ വൈറൽ പ്രോട്ടീൻ ടു ഫോം എ പ്രോട്ടീൻ ലെയർ. പ്രോട്ടീൻ ലെയർ ഫോം ചെയ്യുന്ന ഒരു മേജർ വൈറൽ പ്രോട്ടീൻ ആണ് M1 ആൻഡ് ദേ ആർ പ്രസൻറ്റ് അണ്ടർനീത്ത് ദി എൻവലപ്പ്. വേറസ് M2O ദേ ആക്ട് ആസ് അയോൺ ചാനൽ. അയോൺ ചാനൽ ടു ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്, അതാണ് M2. M2 എന്ന് പറയുമ്പോൾ ദ ട്രാൻസ്പോർട്ട് മോളിക്യൂൾ ആക്ട് ആസ് ആൻ അയോൺ ചാനൽ. ദെൻ HANA എന്ന് പറയുന്നത് ഹിമഗ്ലൂട്ടിനിൻ ആൻഡ് ന്യൂറാമിനിഡേസ്. So HA and NA both are the glycoproteins inserted into the lipid envelope. ലിപ്പിഡ് എൻവലപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ് HA and NA. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് M2 പ്രോട്ടീൻ. M2 പ്രോട്ടീൻ എന്തിനായിരുന്നു ഹെൽപ്പ് ചെയ്യുന്നത്? അയോൺ ചാനൽ, അയോൺ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് M2 ഹെൽപ്പ് ചെയ്യുന്നത്. വേറെ NAയോ ന്യൂറാമിനിഡേസ് ആണല്ലോ, ദേ ആർ ഗ്ലൈക്കോപ്രോട്ടീൻസ്. M1 എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി they are protein bilayer attached to the underneath the lipid envelope. എൻവലപ്പിൻ്റെ അടിയിൽ വരുന്ന ഒരു ലെയറാണ് എന്ത്? M1. ആൻഡ് H എന്ന് പറയുമ്പോൾ ഹീം അഗ്ലൂട്ടിനിൻ, ദേ ആർ ഓൾസോ ഗ്ലൈക്കോപ്രോട്ടീൻ അറ്റാച്ച്ഡ് ടു ദി ലിപ്പിഡ് ബൈലെയർ, നോട്ട് ബൈലെയർ, ലിപ്പിഡ് ലെയർ. ദെൻ ഈ കാണുന്ന കുറേ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ഓഫ് നെഗറ്റീവ് സ്റ്റാൻഡേർഡ് നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് mRNA അല്ല RNA. ഓക്കെ, സിംഗിൾ സ്റ്റാൻഡേർഡ് RNAs ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ്. 2 നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ഉണ്ട്, NS1 ആൻഡ് NS2. NS1 എന്ന് പറയുമ്പോൾ എന്താ? ഇൻ്റർഫെറോൺ ആൻറ്റഗോണിസ്റ്റ് ആൻഡ് പ്രീ mRNA സ്പ്ലൈസിങ് ആണ് ഇവർ ചെയ്യുന്നത്. സ്പ്ലൈസിങ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇൻട്രോൺസും എക്സോൺസും ഉണ്ടാവും. ആൻഡ് വൺ ഓഫ് ദി സെഗ്മെൻറ്റ്സ് ആർ റിമൂവ്ഡ് ആൻഡ് ജോയിൻ ചെയ്യും, ദാറ്റ് ഈസ് സ്പ്ലൈസിങ്. ദെൻ NS2 എന്ന് പറയുമ്പോൾ എന്താ? എക്സ്പോർട്ട് ഓഫ് മോളിക്യൂൾ എക്രോസ് ദി ന്യൂക്ലിയസിന് എക്രോസ് ആയിട്ട് മോളിക്യൂൾ എക്സ്പോർട്ട് ചെയ്യുന്നത് NS2 വെച്ചിട്ടാണ്. ദെൻ ബേസ്ഡ് ഓൺ ഇനി എൻവലപ്പിനെ കുറിച്ച് പറയുക. എൻവലപ്പിനെ കുറിച്ച് പറയുമ്പം ദേ ആർ ലിപ്പിഡ് ബൈലെയർ. ദർ ഈസ് ലിപ്പിഡ് bilayer which are there are 2 glycoproteins inserted on the lipid bilayer which are HA and NA. HA എന്ന് പറയുമ്പം ഹീം അഗ്ലൂട്ടിനിൻ, NA എന്ന് പറയുമ്പം ന്യൂറാമിനിഡേസ്. സോ HA എന്നുള്ളത് they bind to the mucin or sialic acid receptor. HA will bind to mucin or sialic acid receptor on the respiratory epithelial cells to facilitate the viral entry. Viral entry എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? the hemagglutinin of the virus will bind to the mucin or sialic acid receptor, thus facilitate the viral entry on respiratory epithelial cells.
ദെൻ എൻ എ ഓർ ന്യൂറാമിനിഡേസ് എന്ന് പറയുമ്പോൾ മഷ്റൂം ഷേപ്ഡ് ആണ്. മഷ്റൂം ഷേപ്ഡ് ആൻഡ് ഹാവ് സയാലിഡേസ് എൻസൈം. സയാലിഡേസ് എൻസൈം ഉള്ളത് കൊണ്ട് തന്നെ ദേ ഡീഗ്രേഡ്സ് സയാലിക് ആസിഡ് റിസപ്റ്റർ. ഇങ്ങനെ സയാലിക് ആസിഡ് റിസപ്റ്റർ എന്തിനാണ് ഇവിടെ കോഡ് ചെയ്തിട്ട് എന്തിനാണ് സയാലിക് ആസിഡ് റിസപ്റ്ററിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്? because because it facilitates the viral particle release from the infected cell surface. infected cell surface എന്നുള്ള viral particle റിലീസിന് ഹെൽപ്പ് ചെയ്യും സയാലിഡേസ് എൻസൈം. okay, then during budding process by preventing self aggregation of virion to host cell. Thus it prevent the self aggregation of virion to host cell during budding process. And also they help virus to pass through the mucin layer in respiratory tract to reach the target epithelial cells. target epithelial cells-ലേക്ക് എത്താൻ വേണ്ടി റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ മ്യൂസിൻ ലെയേഴ്സിനെയൊക്കെ ക്രോസ് ചെയ്യാനും സയാലിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ എ വിൽ ഹെൽപ്പ്. എൻ എ ആർ നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. ദെൻ ആൻറ്റിജനിക് സബ്ടൈപ്പ്. ആൻറ്റിജനിക് സബ്ടൈപ്പ് ഇൻഫ്ലുവൻസയിൽ പറയുമ്പം there are influenza A, B, C, D. ഈ എയിലാണെങ്കിൽ ഇറ്റ് ഇൻഫെക്റ്റ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ആൻഡ് ബേർഡ്സ്. ഹ്യൂമൻ ആനിമൽസ് ആൻഡ് ബേർഡ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. there are 18 subtypes H1 to H18. whereas സിയിലാണെങ്കിൽ they causes mild infection and D causes infect cattles. Antigenic variation. Antigenic variation based on antigenic drift and antigenic shift based on the antigenic drift എന്ന് പറയുമ്പോൾ എന്താ, മൈനർ ചേഞ്ചസ് occur due to point mutation in HA and NA gene. ഈ HA or hemagglutinin and intraminidase gene, ഈ ജീനിന് വരുന്ന പോയിന്റ് മ്യൂട്ടേഷൻ, ഒരു മൈനർ ചേഞ്ച് അല്ലേ പോയിന്റ് മ്യൂട്ടേഷൻ, കോസസ് ദി ആൻറ്റിജനിക് ഡ്രിഫ്റ്റ്. ദാറ്റ് ഈസ് വൈറസ് partially escape recognition by the host immune system seen in type A and B influenza virus. So influenza A and B type influenza virus എന്താ കാണുന്നത്, ഈ ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അടുത്തുനിന്നൊരു എസ്കേപ്പ്, ഒരു പാർഷ്യൽ എസ്കേപ്പിന് വേണ്ടി പോയിന്റ് മ്യൂട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുന്നത് HAയും NAയും ജീൻസിനെ വെച്ചിട്ടാണ്. സോ ഒരു പാർഷ്യൽ എസ്കേപ്പ് ഡ്യൂ ടു പോയിന്റ് മ്യൂട്ടേഷൻ ഇൻ ദീസ് ജീൻസ് occur, that is antigenic drift. Then what is antigenic shift? Antigenic shift എന്ന് പറയുമ്പം major drastic discontinuous variation in sequence of viral surface protein due to genetic reassortment. ഇവിടെ പോയിന്റ് മ്യൂട്ടേഷനെ പറഞ്ഞുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി റീഅസോർട്ട്മെൻറ്റ് നടന്നു. എവിടെ വെച്ചിട്ട് ജനറ്റിക് റീഅസോർട്ട്മെൻറ്റ് ബിറ്റ്വീൻ ജീനോം ഓഫ് 2 or more influenza വൈറസ് അഫക്റ്റിംഗ് സെയിം ഹോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന 2 or more ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ജീനോമിൽ ജനറ്റിക് റീഅസോർട്ട്മെൻറ്റ് നടന്നു. അതാണ് ആൻറ്റിജനിക് ഷിഫ്റ്റ്. and which result in new virus strain formation, and thus antibody develop against previous strain become ineffective. So ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു ഓർഗാനിസം നമ്മുടെ ബോഡി കയറിക്കുന്നത്, ഒരു വൈറസ് കയറി, അപ്പോൾ ഈ വൈറസിനെതിരെ ഒരു പർട്ടിക്കുലർ സ്ട്രെയിൻ ഉണ്ടാവും ആ വൈറസിന്, അതിനെതിരെയായിട്ട് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഈ ജനറ്റിക് റീ അസോർട്ട്മെൻറ്റ് വൈറസിന് നടന്നതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ന്യൂ വൈറസ് സ്ട്രെയിൻ വിൽ ബി ഡെവലപ്പ്. ബിക്കോസ് ഓഫ് ദി ന്യൂ വൈറസ് സ്ട്രെയിൻ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ആൻറ്റിബോഡി ബിക്കം ഇൻഎഫക്റ്റീവ്. ഓക്കെ, പാത്തോജെനസിസ്. പാത്തോജെനസിസിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്മിഷൻ ആണ് പറയുന്നത്. ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻഫ്ലുവൻസ, ആ നെയിമിൽ തന്നെ ഉണ്ടല്ലേ. സോ ട്രാൻസ്മിഷൻ എങ്ങനെ ആയിരിക്കും, ഇൻഹലേഷൻ ഓഫ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ഓർ കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ഫാമിലീസ് ഫോമിറ്റ്സ് ഇൻഫെക്റ്റഡ്. ഓക്കെ, ഫോമിറ്റ്സിൻ്റെ സർഫസിനുള്ള കോണ്ടാക്ട് കൊണ്ട് വരാം, അല്ലെങ്കിൽ ഇൻഹലേഷൻ ഓഫ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ഒക്കെ കൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യും ദീസ് ഇൻഫ്ലുവൻസ. ദെൻ ടാർഗറ്റ് സെൽ എൻട്രി. viral hemagglutinin. Okay, hemagglutinin. Viral HA attached to specific sialic acid receptor on respiratory tract. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. വൈറൽ ഇവിടെ പറയുന്നുണ്ട് HA എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത്, ഫൺസ് ബോഡിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ബൈൻഡ് ടു ദി സയാലിക് ആസിഡ് റിസപ്റ്റർ ആൻഡ് മ്യൂസിൻ. സോ അതുപോലെ തന്നെയാണ് അത് തന്നെ ഇവിടെയും പറയുന്നത്. വൺസ് ഈ ടാർഗറ്റ് സെൽ എൻട്രി പറയുമ്പോൾ വൈറൽ HA ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബൈൻഡ് സ്പെസിഫിക്കലി ടു ദി സയാലിക് ആസിഡ് റിസപ്റ്റർ ഓൺ ദി റെസ്പിറേറ്ററി മ്യൂക്കോസയിലുള്ള സയാലിക് ആസിഡ് റിസപ്റ്ററിലേക്കായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ ഗോ ആൻഡ് അറ്റാച്ച്. വൺസ് അവർ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ലീഡ്സ് ടു ദി വൈറൽ എൻട്രി.
ആൻഡ് ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ഇപ്പം ആ ഇൻഫ്ലുവൻസ വൈറസ് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി എൻട്രി ചെയ്താൽ പോരല്ലോ, അവരൊരു ലാർജ് നമ്പർ ഉണ്ടാക്കണം, അല്ലേ? ഇൻഫെക്ഷന് വേണ്ടി കൂടുതൽ നമ്പേഴ്സ് അവർ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ്, മൾട്ടിപ്ലൈ ലോക്കലി. വൈറസ് റിപ്ലിക്കേറ്റ് ഇൻ ഇൻഫെക്റ്റഡ് സെൽസ്. ഇപ്പം വന്ന സൈലിക് ആസിഡ് റിസപ്റ്റർ ഉള്ള സെല്ലിൽ പോയി ഇൻഫെക്റ്റ് ചെയ്തു. ആ ഇൻഫെക്റ്റഡ് സെല്ലിൽ ഇപ്പോൾ റിപ്ലിക്കേറ്റ് ചെയ്ത് തുടങ്ങണം ആൻഡ് സ്പ്രെഡ് ടു അഡ്ജസൻറ്റ് റെസ്പിറേറ്ററി ഡോട്ടർ സെൽസ്. സോ ആ സെല്ലിൽ തന്നെ ആയിരിക്കും ഇവർ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം ഇൻഫെക്റ്റ് ചെയ്ത സെല്ല് ഏതാണോ ആ സെല്ലിൽ തന്നെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, കൂടുതൽ റിപ്ലിക്കേഷൻ നടത്തുന്നത്. ആൻഡ് അവിടുന്ന് വൺസ് റിപ്ലിക്കേറ്റ് ആയി കഴിയുമ്പം അവിടുന്ന് അഡ്ജസൻറ്റ് റെസ്പിറേറ്ററി ഡോട്ടർ സെൽസിലേക്ക് ഇവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ സ്പ്രെഡ് rarely to the lower respiratory tract or spill over bloodstream to involve extrapulmonary sites. So ഇവർ റെയറായിട്ട് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഉണ്ടാക്കി റെപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറസൊക്കെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡയറക്റ്റ് റിലീസ് ചെയ്തിട്ട് എന്തുണ്ടാക്കും, എക്സ്ട്രാ പൾമണറി സൈറ്റിലുള്ള സ്പ്രെഡ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ലോക്കൽ ഡാമേജ് പറയുമ്പം ലോക്കൽ ഡാമേജ് കോസസ് സെല്ലുലർ destruction and desquamation of superficial mucosa of respiratory tract. സോ ലോക്കൽ ഡാമേജ് ആയിട്ട് പറയുന്നത് കോസസ് സെല്ലുലർ ഡിസ്ട്രക്ഷൻ ആണ് ലോക്കൽ ഡാമേജ് ആയിട്ട് പറയുന്നത്. സോ സെൽസിനിവിടെ ഡിസ്ട്രക്ഷൻ വന്നു, ഡീസ്ക്വാമേഷൻ, സ്ക്വാമസ് എപ്പിത്തീലിയം ആണല്ലോ നോർമലി. സോ ഇറ്റ് കോസസ് ഡീസ്ക്വാമേഷൻ ഓഫ് സൂപ്പർഫിഷ്യൽ മ്യൂക്കോസ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. റെസ്പിറേറ്ററി ട്രാക്റ്റിലെ സൂപ്പർഫിഷ്യൽ മ്യൂക്കോസയിൽ ഡീസ്ക്വാമേഷൻ നടക്കും ആൻഡ് ഓൾസോ സെല്ലുലർ ഡിസ്ട്രക്ഷൻ. ദിസ് ഈസ് ദി ലോക്കൽ ഡാമേജ് occurring in the influenza virus. സോ ഇതിൻ്റെ പാത്തോജനസിസ് എന്താ പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, കോൺടാക്ട് വിത്ത് സർഫസ്, അങ്ങനെ ഡ്രോപ്ലെറ്റ്സ് വഴി, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസോ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയൊക്കെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ടാർഗറ്റ് സെല്ലിലേക്ക് ഇവർ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് സൈലിക് ആസിഡ് റിസപ്റ്റർ, ഈ HA വൈറസിനുള്ള HA ഹിം അഗ്ലൂട്ടിനിൻ വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും? റെസ്പിറേറ്ററി മ്യൂക്കോസയിലുള്ള സൈലിക് ആസിഡ് റിസപ്റ്ററിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ വൈറസ് എന്ത് ചെയ്തു? എൻട്രി ചെയ്തു. എന്നിട്ട് അവിടെ അതേ സെല്ലിൽ തന്നെ ഇവരെന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അഡ്ജസൻറ്റ് റെസ്പിറേറ്ററി ഡോട്ടർ സെൽസിലേക്ക് ഇവർ സ്പ്രെഡ് ചെയ്യും. ആൻഡ് റെയറായിട്ട് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ റിപ്ലിക്കേറ്റ് ചെയ്ത വൈറസ് ഒക്കെ എന്ത് ചെയ്യും? ബ്ലഡ് സ്ട്രീമിലേക്ക് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ അതർ എക്സ്ട്രാ പൾമണറി സൈറ്റിനെ എഫക്റ്റ് ചെയ്യാം. അതുകൂടാതെ ലോക്കൽ ഡാമേജ് എന്ന് പറയുമ്പോൾ എന്താ? കോസസ് സെല്ലുലർ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡീസ്കമേഷൻ. വൺസ് ഒരു പർട്ടിക്കുലർ സൈറ്റിൽ, ഒരു പർട്ടിക്കുലർ സെല്ലിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്താ കോസ് ചെയ്യുന്നത്? സെല്ലുലർ ഡിസ്ട്രക്ഷൻ. സെല്ല് ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടാണല്ലോ ഡോട്ടർ സെല്ലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ. സോ causes cellular destruction and desquamation of the superficial mucosa of respiratory tract. റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള സൂപ്പർഫിഷ്യൽ മ്യൂക്കോസയ്ക്ക് എന്ത് പറ്റി? ഡീസ്ക്വാമേഷൻ നടത്തുക അവർ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്നകത്ത് പറയുന്നത് ഇൻക്യുബേഷൻ പീരീഡാണ്. ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 18 to 72 hours. 18 to 72 hours ആണ് ഇൻക്യുബേഷൻ പീരീഡായിട്ട് വരുന്നത്. ഇഫ് അൺകോംപ്ലിക്കേറ്റഡ് ഇൻഫ്ലുവൻസ ആണെങ്കിൽ ഇറ്റ് കോസസ് ഫ്ലൂ ലൈക്ക് സിൻഡ്രോം. Okay, uncomplicated influenza causes a flu-like symptom, and majority of the patients will remain asymptomatic. Majority of the patients will asymptomatic ആയിരിക്കും. Minor will develop chills, headache, dry cough, and which is followed by high-grade fever, myalgia and anorexia. So minor peoples എന്ത് ഡെവലപ്പ് ചെയ്യും? ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ ഫ്ലൂ എന്ന് ഓർക്കുക, ഫ്ലൂ-ലൈക്ക് സിൻഡ്രോം ഡെവലപ്പ് ചെയ്യും. മൈനർ ഡെവലപ്സ് ചിൽസ്, കൂടെ ഹെഡേക്ക്, ചിൽ, ഡ്രൈ കഫ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ആൻഡ് വിൽ ബി ഫോളോഡ് ബൈ high grade fever, myalgia and anorexia. വിശപ്പില്ലായ്മ, anorexia. Myalgia means muscle pain, myalgia. And in this condition is ഈ uncomplicated influenza, flu-like syndrome condition is just a self-limiting condition. This is about the clinical manifestation. ഇനി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻസ് തൊട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. Hope you like this video. If you like, do like, share and subscribe. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.